18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് കുടുംബം കാത്തിരിക്കണം. മോചന ഉത്തരവ് ഉണ്ടായില്ല. കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റി. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുട്ടം ചേരുകയാണ്. സുരേഷ് ഏട്ടാ, നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. കുടുംബം വലിയ പ്രതീക്ഷയിലായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ മോചനദ്രവ്യമായ തുക പിരിച്ചെടുക്കാൻ കഴിഞ്ഞു. സുമനസുകൾ നൽകി. ഇതെല്ലാമായിട്ടും സാങ്കേതിക കാരണങ്ങൾ എന്തെങ്കിലും ഇനി ബാക്കിയുണ്ടോ? എന്താണ് കോടതി പറയുന്നത്? എന്തുകൊണ്ടാണ് ഉടനെ മോചനം സാധ്യമാകാത്തത്? മോത്തി വലിയ പ്രതീക്ഷയിൽ മോത്തി പറഞ്ഞതുപോലെ തന്നെ മലയാളികളും അതോടൊപ്പം റഹീമിന്റെ കുടുംബവും കാത്തിരിക്കുകയായിരുന്നു. പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് കാത്തിരുന്നത്. പക്ഷേ വീണ്ടും ആ കാത്തിരിപ്പ് നീളുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഈ കേസ് വീണ്ടും പരിഗണിക്കുക. ഇന്ന് സൗദിയിലെ റിയാദിലെ ക്രിമിനൽ കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത്. ആ കേസ് പരിഗണിച്ച് കൂടുതൽ വാദങ്ങളിലേക്കൊന്നും പോകേണ്ടി വന്നിട്ടില്ലായിരുന്നു. കാരണം നിലവിൽ ഈ വാദമെല്ലാം തന്നെ പൂർത്തിയായതാണ്. എങ്കിൽ പോലും കേസ് പരിഗണിക്കുകയും 2 ആഴ്ച കഴിഞ്ഞ് ഇത് വീണ്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയുമാണ് ചെയ്തത്. ഇത്രയും മാത്രമാണ് ഇപ്പോൾ അറിയുന്നത്. ഇനിയും ആ മാറ്റിവെക്കുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള പരാമർശം കോടതി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഈ മാസം അവസാനത്തോടു കൂടിയായിരിക്കും ഇനിയിപ്പോൾ അബ്ദുൾ റഹീമിന്റെ കേസ് കോടതി പരിഗണിക്കുക. ജൂലൈ 2-ന് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. അതിനുശേഷമാണ് വധശിക്ഷ റദ്ദാക്കിയെങ്കിൽ പോലും ജയിൽ മോചനത്തിന് അന്ന് കോടതി ഉത്തരവ് ഇട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കേസ് നടപടികൾ വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷവും ഇത്രയും ദിവസം നീണ്ടുപോയത്. ഇന്ന് എന്തായാലും ഉത്തരവ് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം 2 വിധത്തിൽ ഈ കേസുകൾ ഉണ്ടായിരുന്നു. ഒന്ന് വധശിക്ഷയും അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ വധശിക്ഷ, മറ്റൊന്ന് പബ്ലിക് ന്യൂയിസൻസ് എന്ന് പറയുന്ന പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള കേസ്. ആ കേസ് വളരെ നിസ്സാരമായിട്ടുള്ള കേസാണ്. വധശിക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ വധശിക്ഷ നേരത്തെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും മോചനം ഇന്ന് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന പ്രതീക്ഷ. ഇന്ന് രാവിലെ കേസ് കോടതി പരിഗണിച്ചപ്പോൾ ഈ കേസിൽ ഉത്തരവ് പറയുന്നത് മാറ്റിവെക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. മറ്റ് പരാമർശങ്ങൾക്കൊക്കെ എന്താണ് എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഏതായാലും കുടുംബവും വലിയ പ്രതീക്ഷയിലായിരുന്നു. രാവിലെ നമ്മുടെ പ്രതിനിധി KV രാഹുൽ വീട്ടിൽ നിന്ന് ഉമ്മയോട് ഇനിയെങ്കിലും ഒന്ന് ചിരിക്കാമല്ലോ എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് എത്തിച്ചേരട്ടെ എന്നായിരുന്നു ആ അമ്മയുടെ മറുപടി. ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നത് വലിയ സങ്കടകരമാകുന്നു അല്ലേ? തീർച്ചയായിട്ടും സങ്കടകരമാണ്. കാരണം 26-ാമത്തെ വയസ്സിൽ 2006 നവംബർ 4-നാണ് റഹീം സൗദി അറേബ്യയിൽ എത്തുന്നത്. 26 വയസ്സ് മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. സൗദി അറേബ്യയിൽ 1 മാസം പോലും തികയുന്നില്ല റഹീം ജയിലിലാകാൻ. തൊട്ടടുത്ത മാസം, അതായത് ഡിസംബർ മാസം അവസാനമാകുമ്പോഴേക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നതും ജയിലിലാകുന്നതും. ഇന്നിപ്പോൾ 44 വയസ്സുണ്ട് റഹീമിന്. 26-ാമത്തെ വയസ്സിൽ വന്ന റഹീം 18 വർഷമായി സൗദി അറേബ്യയിൽ ജയിലിലാണ്. 18 വർഷം ആ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനിയും ഈ സന്തോഷത്തിനൊക്കെ നീണ്ടു പോകേണ്ടി വരും.